റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്കും ശേഷം ഇപ്പോഴിതാ മറ്റൊരു വലിയ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഊർജ്ജ വ്യാപാര ബന്ധത്തിനെക്കുറിച്ച് ഒരു നീണ്ട സംഭാഷണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുതിനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്കും ശേഷം ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു. 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി മോദിയെയും രാജ്യത്തെ ജനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇതോടൊപ്പം ഊർജ്ജം, വ്യാപാരം, കണക്ടിവിറ്റി, സാംസ്കാരിക വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയുടെ അയൽരാജ്യമായതിനാൽ ഈ സംഭാഷണം പ്രധാനമാണ്. ഇതിനു പുറമെ ദക്ഷിണേഷ്യയിലെ ഇറാനിലെ ചബഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു കവാടം കൂടിയാണിത് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നു വരുന്ന പങ്കാളിത്തത്തെ പ്രസിഡന്റ് മിർസിയോയേവും പ്രധാനമന്ത്രി മോദിയും പ്രശംസിച്ചു. ഇതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇരു നേതാക്കളും തീരുമാനിച്ചു. നിലവിലെ ആഗോള സാഹചര്യം പരസ്പര നയതന്ത്ര പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും പുരാതന ചരിത്ര, സാംസ്കാരിക, സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാക്കാനും ഇരു രാജ്യങ്ങളും ഇപ്പോൾ സമ്മതിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തുകൊണ്ടാണ് ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യക്ക് പ്രത്യേകതയുള്ള ഒരു രാജ്യമായി മാറുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ അസംസ്കൃതമായിട്ടുള്ള എണ്ണ വാങ്ങുന്നുണ്ട്. ഈ വ്യാപാരം കുറയ്ക്കാൻ അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നയതന്ത്രപരമായി വിശ്വസനീയവും ബദൽ ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ ബന്ധമുള്ളതായ ഒരു പ്രാദേശിക പങ്കാളിയെ ഇന്ത്യക്ക് ആവശ്യമാണ്. അതിനാൽ ഉസ്ബെക്കിസ്ഥാൻ ഈ റോളിന് തികച്ചും അനുയോജ്യമാണെന്ന് കൃത്യമായി ഇന്ത്യക്ക് അറിയാം. മധ്യേഷ്യയുടെ ഹൃദയഭാഗത്താണ് ഉസ്ബെക്കിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ഇറാനിലെ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെടുന്നതിനുള്ള കവാടം കൂടിയാണിത്. അതിനാൽ ഉസ്ബെക്കിസ്ഥാനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് ഇന്ത്യക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു കാര്യം. റഷ്യ ഉസ്ബെക്കിസ്ഥാൻ്റെ പരമ്പരാഗത പങ്കാളിയും ഇന്ത്യയുടെ പഴയ സുഹൃത്തുമാണ്. US-ഉമായുള്ള ബന്ധം തണുത്താൽ പ്രതിരോധ സാങ്കേതികവിദ്യ വ്യായാമങ്ങൾ, ഉസ്ബെക്കിസ്ഥാൻ വഴിയുള്ള ധാതുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ റഷ്യ, ഇന്ത്യ, ഉസ്ബെക്കിസ്ഥാൻ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും ഇന്ത്യക്ക് കഴിയും. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഹൈടെക് വ്യവസായത്തിനും അത്യാവശ്യമായിട്ടുള്ള യുറേനിയം, സ്വർണം, മറ്റ് അപൂർവ ലോഹങ്ങൾ എന്നിവ ഉസ്ബെക്കിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വഴി ചൈന മധ്യേഷ്യയിൽ തങ്ങളുടെ പിടി ശക്തിപ്പെടുത്തുകയാണ്. ഉസ്ബെക്കിസ്ഥാനും ഈ പദ്ധതിയിൽ പങ്കാളിയാണ്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ചൈനയുടെ ഏകപക്ഷീയമായിട്ടുള്ള പിടി സന്തുലിതമാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ്. കൂടാതെ ഉസ്ബെക്കിസ്ഥാൻ പാകിസ്ഥാൻ്റെ അയൽക്കാരിലും അഫ്ഗാനിസ്ഥാൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യവുമാണ്. ചൈനയും പാകിസ്ഥാനും അവിടെ സജീവമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മേഖലയിൽ ഒരു പ്രതിസ്വാധീന പോയിന്റായി മാറിയേക്കാം എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. 1991 ഉസ്ബെക്കിസ്ഥാനെ അംഗീകരിച്ച ആദ്യ രാജ്യം, ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ട ഒരു വിഷയമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.